കാട് വളർന്ന് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി പുനലൂർ നഗരസഭാ പാർക്ക്. പാർക്കിനായി തീരുമാനിച്ച സ്ഥലത്തെ മലിനജല സംസ്കരണ ലഗൂൺ കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പുനലൂർ തൊളിക്കോട് ജംഗ്ഷനിലെ 2.5 ഏക്കറിലെ പാർക്കും ലഗൂണുമാണ് കുറ്റിക്കാടുകൾ വളർന്ന സാംക്രമിക രോഗഭീതി ഉയർത്തുന്നത്. ഇവിടം സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായും മാറിയിട്ടുണ്ട്. പുനലൂർ തൊളിക്കോട് ജംഗ്ഷനിലെ 2.5 ഏക്കർ സ്ഥലത്താണ് പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ പാർക്ക് വന്നാൽ നഗരസഭയുടെ മുഖച്ഛായ തന്നെ മാറുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ സ്ഥലത്ത് മലിനജലം പ്രകൃതിദത്തവും ജൈവ രാസപരവുമായ പ്രക്രിയയിലൂടെ സംസ്കരിക്കുന്ന മലിനജല സംസ്കരണത്തിനായുള്ള ലഗൂണും ഇവിടെയുണ്ട്. ഇത് കൂടുതൽ ആകർഷകം ആകും എന്ന ചിന്തയോടെ മറ്റ് മാലിന്യ സംസ്കരണ പദ്ധതികൾ ഒഴിവാക്കി കുറഞ്ഞ അറ്റകുറ്റപ്പണി മാത്രം ആവശ്യമായി വരുന്നതും ഊർജ കായികക്ഷമത വർദ്ധിച്ചതുമായ ലഗൂണിനെ പ്രയോജനപ്പെടുത്താനും തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ജനപ്രതിനിധികളും വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള വകുപ്പുകളും നിവേദനം നൽകിയെങ്കിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായില്ല. പ്രദേശത്താകട്ടെ നിലവിൽ കാട് വളർന്ന ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കൊതുകും കൂത്താടിയും മൂലം സാംക്രമിക രോഗങ്ങൾ പടർന്നുപിടിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. രാത്രികാലങ്ങളിൽ പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെ താവളവുമായി മാറുന്നു. ഈ സാഹചര്യത്തിൽ അടിയന്തരമായ നടപടികൾ പാർക്കും ലഗൂണുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.